ഇന്ന് ചെറിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഒരു ബാറ്ററി പെട്ടെന്ന് തീരുക. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ അധികം ഒരു എക്സ്ട്രാ 3-4 ഒക്കെ ബാറ്ററി അധികം ഉപയോഗിക്കാറുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇനി മുതൽ നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാറ്ററിയുടെ ആവശ്യമില്ല. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു പ്രോഡക്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്ത് പവർമേൽ കൊടുത്താൽ നമുക്ക് ക്യാമറ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം. ബാറ്ററിയുടെ ഒരു മാറ്റിയിടേണ്ട ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ കൂടുതലായിട്ടും ഫിക്സ് ചെയ്ത് വെക്കുന്ന ഷൂട്ട് ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ ആയിരിക്കും ഇത് ഉപകാരപ്പെടുക. അപ്പോൾ ഞാനൊക്കെ 3 ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 3 ബാറ്ററി ഇങ്ങനെ മാറ്റി ഇടുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ചെറിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് പവറിൽ നിന്ന് നമുക്ക് സാധനം കൊടുത്തിട്ട് നമുക്ക് ക്യാമറമേൽ കണക്ട് ചെയ്യാം. അപ്പോൾ ചെറിയൊരു പ്രോഡക്റ്റാണ് വരുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാമറ അധികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു DSLR ഒക്കെ വെച്ച് ലൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് ഉപകാരപ്പെടും. അല്ലാത്തവർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ വെച്ച് ചെയ്യുന്ന ആളുകൾക്കും ഉപകാരപ്പെടും. കാരണം ലെങ്തി ആയിട്ടുള്ള ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മളൊരു ബാറ്ററി ചിലപ്പോൾ ഒരുപാടൊക്കെ ആയിട്ടുള്ള ക്യാമറകളുടെ ബാറ്ററി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറഞ്ഞ സമയമൊക്കെ ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ അത് പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ നമുക്ക് അത് കുറച്ച് ടൈമൊക്കെ കിട്ടും. അപ്പോൾ അത് നമ്മുടെ ഓരോ ഭാഗ്യം പോലെയാണ്. കാരണം എനിക്കങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്കടി തീരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്ത ബാറ്ററി മാറ്റിയിടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം കിട്ടും. ഇതേണ്ടോ എൻ്റെ കയ്യിൽ 3 ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു 3 ബാറ്ററി ഞാൻ മാറി ഉപയോഗിക്കലാണ്. അപ്പോൾ എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം, ഇങ്ങനെയൊരു വിഷയം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാലോ ഈ വീഡിയോയുടെ കമൻറ്റിലോ നിങ്ങൾക്ക് ചോദിച്ചാൽ മറുപടി തരുന്നത് അതേണ്ടോ. കനോണിൻ്റെ തന്നെ ഒരു ബാറ്ററിയാണ് എൻ്റെ ക്യാമറയുടെ വാങ്ങുന്നത് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ബാറ്ററി തന്നെ നമുക്ക് ചിലപ്പം പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ എക്സ്ട്രാ 2 ബാറ്ററി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കനോൺ വെച്ചിട്ട് ഞാൻ ലൈവ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പ്രോഡക്റ്റ് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നപ്പോൾ ഇൻ്റർവ്യൂ പോലത്തെ വീഡിയോകൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് അപ്പോൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഓൾറെഡി ബോക്സ് പൊട്ടിച്ചത് കൊണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ കപ്ലർ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിന് പറയുക. 2000 രൂപയുടെ അടുത്താണ് നമുക്ക് വരുന്നത്. ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്യാമറയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ കനോൺ തന്നെ EOS Rebel T3, T5, T6, T7, T100, Kix X15, Kix X17, 1100D, 1200D, 1300D, 2000D, 4000D എന്നീ ക്യാമറകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ചൈനയുടെ സാധനമാണ് കേട്ടോ. അപ്പോൾ AC അഡാപ്റ്റർ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഡയറക്റ്റായിട്ട് കറണ്ടിലേക്ക് നമുക്ക് കൊടുക്കലാണ്, പവർ കൊടുക്കലാണ്. അപ്പോൾ അവിടെ വേറൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പവർമേൽ കൊടുക്കാം. പിന്നെ അത് നമുക്ക് ക്യാമറയിലേക്കുള്ള ഒരു പവറായിട്ട് കൺവേർട്ട് ചെയ്യാതുണ്ടോ ഈ ഒരു കേബിൾ വെച്ചിട്ട് നമുക്ക് കറണ്ടിലേക്ക് കൊടുക്കാം. പിന്നെ അത് ക്യാമറയിലേക്കുള്ള ഒരു ചാർജായിട്ട് ആ ഒരു ക്യാമറയിലേക്ക് ആവശ്യമുള്ള ആ ഒരു പവറായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ ആവശ്യമില്ല. ഇത് ഡയറക്റ്റായിട്ട് പവർമേൽ കൊടുത്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, 1 മണിക്കൂറൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ പറ്റും, പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളതുകൊണ്ടോ ആ ഒരു പവറിന് നമ്മൾ ക്യാമറയിലേക്കുള്ള ആ ഒരു പവറായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇതിൻ്റെ ജോലി. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഭാഗമാണ് നമ്മൾ ക്യാമറയിൽ കണക്ട് ചെയ്യൽ. അപ്പോൾ ഈ E10 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് എൻ്റെ 1300D ക്യാമറക്ക് പറ്റുക. അപ്പോൾ എല്ലാ ക്യാമറകൾക്കും ഈ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആമസോണിൽ അടിച്ചാൽ നിങ്ങളെ ക്യാമറക്ക് പറ്റിയ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു ഡമ്മി ബാറ്ററിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ക്യാമറമേൽ കണക്ട് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഏതായാലും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സാധനത്തിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളെ അറിയിക്കുക. ഈ സാധനത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് പവർമേൽ കൊടുത്താൽ നമുക്ക് ക്യാമറ എത്ര നേരം ഉപയോഗിക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ആ ഒരു സാധനം, ആ ഒരു ബാറ്ററി
ആ ഒരു ഭാഗം നമ്മൾ ക്യാമറമേൽ കൊടുത്തതിന് ശേഷം ഒന്ന് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ബാറ്ററി ഇടുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കേബിളും കൂടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സാധനം. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിന് ശേഷം നമ്മൾ ആ ഒരു കേബിൾ അതിൻ്റെ സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഒരു മുടി പ്രസ് ചെയ്ത് അമർത്തിയാൽ അവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.